സമസ്ത മുസ്ലിം ലീഗ് തർക്കം, സമസ്തയ്ക്കകത്ത് തന്നെ ഭിന്നസ്വരങ്ങൾ, ഇത്തരം വിഷയങ്ങളൊക്കെ സമീപ നാളുകളിൽ വലിയ ചർച്ചയാണ്. ഈ വിഷയങ്ങളിൽ പ്രതികരിക്കാൻ SYS സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി ഹമീദ് ഫൈസി അമ്പലക്കടവ് 24-നൊപ്പം ചേരുകയാണ്. ഉസ്താദേ, എങ്ങനെയൊക്കെയാണ് ഈ വിഷയങ്ങളോടുള്ളൊരു പ്രതികരണം? വളരെ ദുഃഖകരമാണ് നിലവിലുള്ള സംഭവവികാസങ്ങൾ. മത ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുന്നേറുകയാണ്. അതേസമയം സമസ്ത പ്രതിയോഗികൾ, മതനവീകരണവാദികൾ ദുർബലമായ കാലഘട്ടമാണ്. അതിനിടയിലാണ് ചില്ലറ അപസ്വരങ്ങൾ ഉണ്ടാകുന്നത്. വളരെ ദുഃഖകരമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമല്ല. ഈ സത്യത്തിൽ ഇങ്ങനെ സംഭവം മീഡിയയിൽ കണ്ടപ്പോൾ അങ്ങനെ നടക്കില്ല നമ്മൾ വിചാരിച്ചത്. പക്ഷെ അത് കണ്ടപ്പോൾ വളരെ പ്രയാസം തോന്നി. ഉത്തരവാദപ്പെട്ട സമസ്തയുടെ കീഴ്ഘടകങ്ങളുടെ ഭാരവാഹികളും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുമാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ഈ പരസ്യമായിട്ട് സമാന്തരമായി ഒരു സംരക്ഷണ സമിതിക്ക് രൂപീകരിച്ച് രംഗത്ത് വരിക എന്നുള്ളത് അത്തരം അത്ഭുതകരമായ ഖേദകരമായ ഒരു കാര്യം സംഭവിച്ച സ്ഥിതിക്ക് അവരെന്തുകൊണ്ട് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, തീർച്ചയായും നമ്മുടെ കേന്ദ്ര മുഷാവറ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതൊരു സംസ്ഥയുടെ ഒരു അച്ചടക്ക ലംഘനമായിട്ടാണോ കാണുന്നത്? തീർച്ചയായും അത് സമസ്ത എന്ന് പറയുന്നത് ഏതൊരു സംഘടന അച്ചടക്ക ലംഘനമായിട്ടല്ലേ കാണുള്ളൂ. തീർച്ചയായും സമസ്തയും അങ്ങനെ കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ആ വിഷയത്തിൽ ഒരുപാട് പരാതികൾ സമസ്തക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് പല കേന്ദ്രങ്ങളെന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. അതിലിപ്പം SYSൻ്റെ നേതൃത്വത്തിൽ എന്തെങ്കിലും പരാതി നൽകിയിട്ടുണ്ടോ? SYSലെ ഭാരവാഹികളും പരാതി കൊടുത്തിട്ടുണ്ട്. ആ പ്രമേയം അന്നത്തെ ദിവസം ശ്രദ്ധിച്ചു കാണും. അന്നത്തെ പ്രധാനപ്പെട്ട പ്രമേയം ഒന്ന് ഉമർ ഫൈസി മുക്കത്തിനെതിരായിട്ടുള്ള നടപടികൾ വേണം എന്നുള്ളതായിരുന്നു. മറ്റൊന്നുണ്ടായിരുന്നത് സുപ്രഭാതവുമായി ബന്ധപ്പെട്ടാണ്. ഉമർ ഫൈസിയുടെ പ്രസ്താവന വിവാദമായി നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും അദ്ദേഹം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുഷാവറയിലെ ഉത്തരവാദപ്പെട്ട ആളാണ്. അങ്ങനെ ഒരു വിവാദ പ്രസ്താവനയായ സ്ഥിതിക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉടനെ ആ വിഷയത്തിൽ പ്രതികരിച്ചു. സമസ്തക്ക് അതുമായി ബന്ധമില്ലെന്ന് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നുള്ളത്. രണ്ടാമതായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അദ്ദേഹത്തിന് വിശദീകരണം തേടിക്കൊണ്ട് നോട്ടീസും അയച്ചു. ഇനി സ്വാഭാവികമായിട്ടും അടുത്ത് മുഷാവറ ചേരുന്നുണ്ട് അടുത്ത ആഴ്ച. ആ മുഷാവറയിൽ അത് സംബന്ധിച്ച് ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു നേതൃത്വത്തിൻ്റെ കാര്യത്തിൽ നമ്മളൊരു അഭിപ്രായ പ്രകടനം നടത്തുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും തീരുമാനിക്കട്ടെ. അതേസമയം അത്ഭുതകരമായ കാര്യം, അപ്പുറത്ത് പാർട്ടി ജനറൽ സെക്രട്ടറി PM സലാം കുറേ കാലങ്ങളായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അധ്യക്ഷനെ വളരെ മോശമായി വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് നിരന്തരം പ്രതികരണങ്ങൾ നടത്തുന്നു. എന്ന് മാത്രമല്ല, സമസ്തയുടെ ആദർശത്തെ പോലും അദ്ദേഹം ചോദ്യം ചെയ്യുന്നു. അദ്ദേഹം സലഫിയാണെന്നുള്ളത് ശരി, പക്ഷേ അദ്ദേഹം പാർട്ടി ജനറൽ സെക്രട്ടറി അല്ലേ. KPA മജീദ് സാഹിബ് സലഫിയാണെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. അദ്ദേഹം പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനം ഒരുപാട് കാലം കൊണ്ടു നടന്നു. ഒരു പരാതിയില്ല. കാരണം സുന്നികളാണ് മുസ്ലിം ലീഗിലെ മഹാഭൂരിപക്ഷം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം വളരെ മാന്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു. ഇദ്ദേഹം ജനറൽ സെക്രട്ടറി ഏറ്റെടുത്ത സമയം സലഫി പ്രസ്ഥാനത്തിന് വേണ്ടി പാർട്ടി സ്ഥാനം ദുരുപയോഗം ചെയ്യുകയാണെന്ന് ന്യായമായും സംശയിക്കേണ്ടതിരിക്കുന്നു. ആ നിലക്കാണ് അദ്ദേഹത്തിൻ്റെ ചില സഹപ്രവർത്തകരും. സമസ്തയുടെ എല്ലാ കീഴ്ഘടകങ്ങളും ഒപ്പിട്ട് ഈ വിഷയത്തിൽ ഉചിതമായ തീരുമാനമെടുക്കണമെന്ന് പാർട്ടി നേതൃത്വത്തിന് കത്ത് കൊടുത്തിരുന്നു. അതിന് പുറത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ കേന്ദ്ര മുഷാവറ ഇതിലുള്ള പ്രതിഷേധം സംസ്ഥാന പ്രസിഡന്റ് അറിയിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും റിസൾട്ടൊന്നും ഉള്ളതായിട്ട് അറിവായിട്ടില്ല. അതുപോലെ തന്നെ ആ സമ്മേളനത്തിൽ നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സുപ്രഭാതത്തിനെതിരായിട്ടുള്ള ചില വിമർശനങ്ങളാണ്. സുപ്രഭാതത്തിന് നയവ്യതിയാനം സംഭവിക്കുന്നു എന്നുള്ള ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. സുപ്രഭാതത്തിൻ്റെ ചുമതലക്കാരൻ കൂടിയാണല്ലോ അങ്ങ്. ആ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത്? സുപ്രഭാത പത്രം തുടങ്ങിയിട്ട് 10 വർഷം പിന്നിട്ടു. വളരെ മാന്യമായി അന്തസ്സായി ഒരു പൊതുപത്രമായി നടന്നു വരികയാണ്. ഒരുപാട് അഭിനന്ദനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പത്രമാണ് ഡെയിലി പ്രിൻ്റ് ചെയ്യുന്നു. നിരവധി ലോക്കൽ പേജുകൾ, നിങ്ങൾക്കറിയാം, നിരവധി പേജുകൾ വരും. എവിടെയെങ്കിലും ഒരു പ്രശ്നമുള്ളതായിട്ട് ഇന്നുവരെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടില്ല. എവിടെയെങ്കിലും സമസ്തൻ്റെ ഈ പത്രത്തിൽ മുസ്ലിം ലീഗിനെതിരെ അല്ലെങ്കിൽ പാണക്കാട് തങ്ങന്മാർക്കെതിരെ ഇന്ന വിമർശനം നടത്തിയെന്നും പറഞ്ഞതായിട്ട് ആരോപണം കേട്ടിട്ടില്ല. 2 വട്ടമാണ് പരസ്യത്തിൻ്റെ കാര്യത്തിൽ വിവാദം വന്നത്. ഒന്ന് കഴിഞ്ഞ ഇലക്ഷനിൽ ഇടതുപക്ഷത്തിൻ്റെ പരസ്യം, അതിൽ കാര്യമായ പരിക്ക് ഞാൻ കണ്ടതില്ല. ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ലെന്ന് അവർ കാശ് കൊടുത്ത പരസ്യമാണ്. ഇപ്പോഴത്തെ പരസ്യത്തിൻ്റെ കണ്ടൻറ്റിൽ നമുക്ക് യോജിപ്പില്ല. ഇപ്പോൾ വന്ന പരസ്യം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്ന പരസ്യത്തിൻ്റെ കണ്ടൻറ്റ് അതൊരു മാന്യമായ പരസ്യമല്ല. പരസ്യം ഇടതുപക്ഷത്തിൻ്റെ ആകാം, UDFിനൊക്കെ ആകാം. പിന്നെ പത്രത്തിൻ്റെ നിലപാടാണ്, പോളിസിയാണ്. അതിൽ വന്ന കണ്ടൻറ്റ് ശരിക്കും നമ്മളിപ്പോൾ ഫേക്ക് ഐഡിയിലൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന വിധത്തിലുള്ള കുറച്ച് മാന്യമല്ലാത്ത കണ്ടൻറ്റാണ് ഉള്ളത്. അതിൽ നമ്മുടെ പത്രത്തിലെ ജീവനക്കാർക്ക് അപാകത സംഭവിച്ചിട്ട് ഇത് കണ്ടെത്തുകയും പ്രാഥമികമായി മനസ്സിലാക്കുകയും അതിന് അന്വേഷിക്കാൻ ഒരു സമിതി നിയോഗിക്കുകയും ആ അന്വേഷണം നടത്തി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുമാണ്. അതിൻ്റെ യഥാസമയം ആ റിപ്പോർട്ട് കിട്ടിയ ഉചിതമായ തീരുമാനം ഉണ്ടാക്കുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. CIC വിവാദവുമായി ബന്ധപ്പെട്ടാണ് ഇതിൻ്റെയൊക്കെ തുടക്കം. അപ്പോൾ ഇതുവരെയായിട്ടും അതിനൊരു പരിഹാരം കണ്ടിട്ടുമില്ല. ആ വിഷയത്തെ കുറച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഈ വിഷയത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നേരിട്ട് ഇടപെട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ 3 വർഷവും 11 മാസമായി. 2021 ജനുവരിയിൽ
സമസ്ത ഈ വിഷയത്തിൽ ഇടപെട്ട് തുടങ്ങിയതാണ്. 7ാമതായി വീണ്ടും ചർച്ച തുടർന്നു. വളരെ അത്ഭുതകരമായ കാര്യം അത്. ഇതിന് നേതൃത്വം കൊടുത്ത ആളുകൾ ആരൊക്കെയാണ്? പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, സാദിഖ് അലി ശിഹാബ് തങ്ങൾ, സമസ്തൻ്റെ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള MT ഉസ്താദ് ഉൾപ്പെടെയുള്ള ആളുകൾ, കൊയ്യോട് ഉസ്താദ് ഉൾപ്പെടെയുള്ള ആളുകൾ. അങ്ങനെ 9 തീരുമാനങ്ങൾ എടുത്തു. ഈ 9 തീരുമാനം ലാസ്റ്റ് 7ാമത്തെ മധ്യസ്ഥ ചർച്ചയിൽ പിന്നെ ഒരു കാര്യം പറഞ്ഞു, ഉറപ്പിച്ചു പറഞ്ഞു. കുഞ്ഞാലി സാഹിബ് ലാസ്റ്റ് എഴുന്നേറ്റ് പറഞ്ഞു, ഈ 9 തീരുമാനങ്ങൾ CIC അംഗീകരിക്കുകയാണെങ്കിൽ ഇനി സമസ്തൻ്റെ ഭാഗത്ത് പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല, അതിമ തീരണം. ഇല്ല, ഈ 9 തീരുമാനം അംഗീകരിക്കുന്നില്ലെങ്കിൽ ബഹുമാനപ്പെട്ട സാദിഖ് തങ്ങളുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണം, നമുക്ക് ഇനി ഈ പ്രശ്നം അവിടെ അവസാനിപ്പിക്കണം എന്നാണ്. അങ്ങനെ അവർ സെനറ്റ് ചേർന്നു. സെനറ്റ് ചേർന്നിട്ട് സമസ്തക്ക് തീരുമാനങ്ങൾ പാസ്സാക്കി എഴുതി കൊടുത്തു എന്ന് വാർത്ത വന്നു. സമസ്ത അത് തീരുമാനം പ്രഖ്യാപിക്കാൻ ബാംഗ്ലൂർ സമ്മേളനത്തിൽ സമസ്തയിൽ പ്രഖ്യാപിക്കാൻ വേണ്ടി ആ സബ് കമ്മിറ്റി നിന്ന് അവലോകനം ചെയ്ത് നോക്കുമ്പോൾ ഈ 9 തീരുമാനങ്ങൾ ഒരെണ്ണം പോലും നേരെ എഴുതിയിട്ടില്ല. ഈ 9 തീരുമാനങ്ങളിൽ 6 തീരുമാനങ്ങളാണ് എഴുതിയിട്ടുള്ളത്. ഓരോന്നും അവർ ഡയലൂട്ട് ചെയ്ത് അവരെ വക വെട്ടിച്ചേർത്ത് മാറ്റി മറിച്ചിട്ട്. ഒരു ഉദാഹരണം ഞാൻ മാത്രം പറയാം, സമയമില്ലല്ലോ നമുക്ക്. ഒന്ന്, വഫിയയും സംവിധാനവും CICയും പൂർണ്ണമായും സമസ്ത കേരള ജംഇയ്യത്തുകളുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി മാത്രം നടത്തുക. അവർ മാറ്റി എന്തെഴുതി? CICയും വഫിയ സംവിധാനം പൂർണ്ണമായും സമസ്ത കേരള ജംഇയ്യത്തുകളും അംഗീകരിച്ച സുന്നത്ത് ജമാഅത്തിൻ്റെ താല്പര്യങ്ങൾക്കും ഉപദേശ നിർദ്ദേശങ്ങൾക്കും വിധേയമായി നടത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഒന്ന് സമസ്തയുടെ ഉപദേശ നിർദ്ദേശം സ്വീകരിക്കും, മറ്റു സമസ്ത ഞങ്ങൾ അംഗീകരിക്കില്ല, സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയവും താല്പര്യവും ഞങ്ങൾ അംഗീകരിക്കും. ഈ ഒരു നിലപാടിൽ സമസ്ത തള്ളിക്കളഞ്ഞു. എന്നിട്ടും 7 മധ്യസ്ഥ ശ്രമം കഴിഞ്ഞു സമസ്ത ഒഴിവാക്കിയിട്ടില്ല. വീണ്ടും സമസ്ത 1-2 വട്ടം ഇതേപോലെ അവരെ കൂടി തങ്ങൾ കൂടി ഇരുന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇരിക്കുമ്പോൾ ലാസ്റ്റ് ഇത് വിജയിക്കും, വിട്ടുവീഴ്ച ഏതെങ്കിലും വിജയിക്കും തോന്നിയപ്പോഴാണ് ആ ചർച്ചകൾ ഇരിക്കുന്നതിൻ്റെ 2 മണിക്കൂർ മുമ്പ് ഹക്കീം വൈസിനെ വീണ്ടും സെക്രട്ടറിയായി അവരോധിച്ചു പറഞ്ഞ വാർത്ത ഒരു പത്രത്തിൽ കൊടുത്തത്. ഈ രീതിയിൽ തികച്ചും ഒരു നിഷേധാത്മകമായ നിലപാട്, എന്തായാലും നന്നായി പോകാൻ പറ്റില്ല നിലപാട് അവരുടെ ഭാഗത്ത് വരുന്നത് കൊണ്ടാണ് ഈ ഒരു സങ്കീർണമായ സാഹചര്യം ഉണ്ടായിത്തീർന്നത്. അതാണ് എൻ്റെ സത്യം. പക്ഷേ അത് ആളുകൾക്ക് അറിയില്ല എന്നുള്ളൊരു സത്യമാണ്. അതിനകത്ത് ചർച്ചയ്ക്ക് ചുക്കാൻ പിടിച്ചത് ഒന്ന് PK കുഞ്ഞാലിക്കുട്ടി, അതുപോലെ തന്നെ ഇതിൻ്റെ CICയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സാദിഖ് അലി തങ്ങളുമാണ്. പക്ഷേ അവരൊക്കെ അതിനകത്തൊരു അനുകൂലമായ നിലപാടെടുക്കുമ്പോഴും പിന്നീട് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പൊളിഞ്ഞു പോകുന്നത്? ഇത്രയധികം കാലം, അതുപോലെ തന്നെ 7 തവണ അതിൻ്റെ മധ്യസ്ഥ ചർച്ചകളും നടക്കുന്നു. അതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം. കാരണം ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾ അവരൊക്കെ പിന്നെ പ്രത്യേകിച്ചും തങ്ങൾക്ക് ഞങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുമെന്ന് പറയുന്ന ആളുകളാണ്. ഞങ്ങൾ അതിൽ എത്രമാത്രം തങ്ങളുമായിട്ട് ബന്ധമുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ആ പറയുന്ന ആളുകൾ പോലും ഇവരൊക്കെ കൂടി എടുക്കുന്നൊരു തീരുമാനം അംഗീകരിക്കാതെ എങ്ങനെയാണ് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണത്. ഇപ്പോൾ ഈ സമ്മേളനം ഉണ്ടാകുന്ന സമയത്ത് SYSൽ തന്നെ വലിയൊരു ഭിന്നത നിലനിൽക്കുന്നു. ഇപ്പോൾ അബ്ദുസമദ് പൂക്കോട്ടൂരിനെ പോലുള്ള, അതുപോലെ നാസർ ഫൈസി കൂടത്തായി പോലുള്ള ആളുകളൊക്കെ മറുചേരിയിൽ നിൽക്കുന്നു. SYSനകത്ത് എത്രമാത്രം ഭിന്നതയാണുള്ളത്? അല്ല, SYSൽ എന്ന് മാത്രമല്ല, കാരണം ഈ സമസ്ത കേരള ജംഇയ്യത്തുലമയാണ് ഇതിൻ്റെ ഉത്തരവാദപ്പെട്ട ബോഡി. ആ ബോഡി എടുക്കുന്ന നിലപാടുകൾക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അതിവിടെ സ്ഥാപിക്കപ്പെട്ടത് സുന്നത്ത് ജമാഅത്തെന്ന ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗത്തെ നിലനിർത്താനും മതനവീകരണ പ്രസ്ഥാനങ്ങളുണ്ട്, മുജാഹിദ്, ജമാഅത്ത് തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ, അത്തരത്തിലുള്ള പുതിയ പുതിയ ചിന്താഗതിക്കാർ പലതുണ്ട്. അവരുടെ ആശയങ്ങൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുത്ത് നേർപാതയിൽ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അവരുമായൊരു കോംപ്രമൈസും ഇല്ല. പക്ഷേ ഈ നിലപാടിൽ നിന്ന് എതിരെ ആരെങ്കിലും വന്നാൽ അവർ തെറിച്ചു പോകുമെന്നല്ലാതെ ഈ നിലപാടിൽ നിൽക്കുന്ന ആളുകൾ സമസ്തയോട് കൂടെ തന്നെ നിൽക്കും. ഞാൻ മനസ്സിലാക്കുന്നില്ല സമദ് പൂക്കോട്ടൂർ ഉൾപ്പെടെയുള്ള ആൾക്കാർ തെറിച്ചു പോകുമെന്ന് വിചാരിക്കുന്നില്ല. ഒരു താൽക്കാലികമായ എന്തെങ്കിലും പ്രതിഭാസങ്ങൾക്ക് ഇടയാക്കിക്കൊണ്ട് അങ്ങനെ ഒരു സമാന്തര സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്തതിൽ തന്നെ അദ്ദേഹം ഇഷ്ടപ്പെടുന്നുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അദ്ദേഹം ചില ചാനലുകളിലൊക്കെ അദ്ദേഹം ഇന്നൊരു ഒഴിഞ്ഞു മാറുന്ന രീതിയിൽ സംസാരിച്ചത് അറിയാൻ സാധിച്ചു. അത്തരം ഒരു പരിപാടിക്ക് പോകേണ്ട ആളല്ല അദ്ദേഹം. അദ്ദേഹം 100% സമസ്തയോട് കൂടെ നിൽക്കും. ഇതൊക്കെ താൽക്കാലികമായ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ മുസ്ലിം ലീഗിൽ കടന്നുകൂടിയ പുതിയ ചില ലീഡേഴ്സ് അവർ ശരിക്കും എന്ത് ചെയ്യുന്നുണ്ട്, ചില പാർട്ടിയെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് സമസ്തക്കെതിരെ എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗിൻ്റെ അകത്തില്ലെങ്കിലും പഴയ കാലത്തിന് വിരുദ്ധമായി നന്നായി അവർ പാർട്ടിയിൽ ചില ആളുകളെ ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് സമസ്തക്ക് വലിയ പരിക്കേൽപ്പിക്കുന്നുണ്ട്. സമീപ നാളുകളിലായി വലിയ വിവാദങ്ങളാണ് ഉയർന്നു വന്നത്. അതിനിടയിൽ ആദർശ സംരക്ഷണ സമിതി എന്നുള്ള ഒരു പുതിയ സംവിധാനം നിലവിൽ വരികയും ചെയ്തു. അവർക്കെതിരെ നടപടി വേണം എന്നുള്ള നിലപാടാണ് SYSൻ്റെ സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി കൂടിയായിട്ടുള്ള ഹമീദ് ഫൈസി അമ്പലക്കടവ് വ്യക്തമാക്കുന്നത്. കോഴിക്കോട് നിന്ന് ജയൻ കല്യാശ്ശേരിക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24.